ആളുകൾ എനിക്കൊന്ന് ഇതൊക്കെ 8-10-12 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്നു. പക്ഷേ ഇതൊക്കെ പൊളിച്ചെഴുതപ്പെടും. ഇന്ത്യൻ ജനത ഇത് തിരിച്ചറിഞ്ഞേ പോകും, യാതൊരു സംശയമില്ല. അവരുടെയൊക്കെ ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. ഇനിയും കാത്തിരിക്കണം ആളുകൾ. അതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് ട്രെൻഡ് തിരിയുന്നത്. ഇപ്പോൾ പഴയ കാലം പോലെയല്ല, കാട്ടുതീ പോലെ പ്രത്യേകിച്ച് ഈ മീഡിയകളും ഈ നവമാധ്യമങ്ങളും ഉള്ളപ്പം വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും. അയോധ്യയിൽ ഇത്രയും ഈ അണ്ടകടാഹം ഇളകി നടത്തിയ കലാപങ്ങളും സമരങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടന്ന് അവസാനം അവിടെ ഒരു ക്ഷേത്രം സുപ്രീം കോടതി പണിയാനായിട്ട് അനുമതി കൊടുത്തിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് നടന്ന കൊള്ള എന്താണ്? ഇവർക്കെന്ത് പറയാൻ റൈറ്റ് ഇരിക്കുന്നു? BJPക്ക്, RSSന്? ഇത്രയും കേരളത്തിൽ ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചൊരു വിഭാഗമുണ്ടോ? എല്ലാം ശ്രീരാമൻ്റെ പേരിലാണ്. ആദ്യത്തെ അദ്വാനിയുടെ രഥയാത്ര ഉൾപ്പെടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയായിരുന്നു. അത് പണിതിട്ടുണ്ടായ അനുഭവമാണ്. ഇന്ത്യയിലെ തിരുവനന്തപുരം, കേരളം മുതൽ അങ്ങ് കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന കാണിക്ക് ഒരു നയാ പൈസ കാണാനില്ലെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഈ പാർട്ടിയുടെയും ഈ സംഘടനകളിലൊക്കെ ഒരു വിശ്വാസ്യത എന്താ? അതൊക്കെ തിരിച്ചറിയും, ഉറപ്പായിട്ടും തിരിച്ചറിയും. അവർക്കൊന്നും ഇത് കള്ളത്തരമാണെന്ന് നമുക്കറിയാമായിരുന്നു. അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് മാത്രമായിരുന്നു ഇവർക്ക് ഈ വർഗീയത, ഈ മതപരമായുള്ള വേർതിരിവ്. അതിനുവേണ്ടി മാത്രമാണ്. അതിന് ഏറ്റവും എളുപ്പമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുക, മുസ്ലിമിനെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുക, നമ്മൾ സംരക്ഷകരായി നിൽക്കുക. ഇത് കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമെന്നേ. ഇത് നമുക്ക് കുറച്ച് കാലമൊക്കെ ആളുകളെ പറ്റിക്കാൻ പറ്റും, പിന്നെ ആളുകൾക്ക് തിരിച്ചറിയുമല്ലോ അതെ ഇതൊക്കെ തട്ടിപ്പാന്നുള്ളത്. ആ തിരിച്ചറിവ് പെട്ടെന്ന് അറിയാൻ അതുണ്ടാവും, ഉറപ്പായിട്ടും അധികം താമസിക്കാതെ ഉണ്ടാവും. കഴിഞ്ഞ മന്ത്രിസഭയിൽ രാഷ്ട്രീയം മാറ്റി നിർത്താൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരായിരുന്നു? രാഷ്ട്രീയം മാറ്റി നിർത്തി ഇക്കഴിഞ്ഞ മന്ത്രിസഭയിലാണ് പിണറായി വിജയൻ്റെ. ആരെയും അങ്ങനെ പേരെടുത്ത് പറയാനുണ്ടായിരുന്നത്? അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്ന പ്രത്യേകിച്ച് എനിക്കൊരു മന്ത്രിയെ എൻ്റെ മനസ്സിൽ, ഒന്നാമതേ വളരെ കുറച്ച് മന്ത്രിമാരെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ പിന്നെ ശിവൻകുട്ടിയുടെയൊക്കെ മോഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും, കാരണം എപ്പോഴും ഫേസ്ബുക്ക് ആണെങ്കിലും വിവാദമൊക്കെ ഉണ്ടാക്കി ആക്റ്റീവായിട്ട് നിന്നത് പിള്ളേർക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഒരേ കാലത്ത് ഞാൻ KSU ആയിരിക്കും, SFI ഒക്കെ ആയിരുന്നതാണ്. മന്ത്രി അപ്പൂപ്പനെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളി ഒരു ഡൗൺ ടു എർത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയത്തില്ല പുള്ളിയെ. ആളുകൾ പുള്ളിയുടെ സംസാരിക്കുമ്പം പെശക് വരുന്നു, സംസാരിക്കുന്നത്, അതൊക്കെ അതേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് സംഭവിക്കുന്നതാണ്. ഞാൻ അത്തരം ട്രോളുകൾ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാനങ്ങനെ ഒരിക്കലും ആരും ട്രോളാറില്ല. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരക്ഷരം തെറ്റി, പ്രത്യേകിച്ച് അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ചുമ്മാ സോഷ്യൽ മീഡിയയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. താങ്കൾക്ക് ഒരു ഇഷ്ടമുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലോട് അല്ലല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കത് ആകപ്പാടെ MP-മാരുടെ അല്ല MLA മാരുടെ ഫണ്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ അവർ പണിതിട്ടുണ്ടെന്നുള്ളതല്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങനെ നമ്മളൊരു എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തപ്പം ബാക്കി എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ച് എല്ലാം ഒരു ആവറേജ് ആയിരുന്നല്ലോ. അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും അതിന് മുമ്പിലത്തെ കാലത്തെ മന്ത്രിസഭ G. സുധാകരനൊക്കെ നടത്തിയിട്ടുള്ളത് പോലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇപ്പം ഇങ്ങോട്ട് ചേർന്നുകൊണ്ടായിരിക്കും ഓർമ്മ വരുന്നത്. അല്ല, അതുകൊണ്ടല്ല. അദ്ദേഹം ഈ PWDയിലൊക്കെ അഴിമതി ഒരു പരിധിവരെ ഇല്ലാതാക്കിയതാണ്. PWD എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയായിരുന്നു. എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്, മൊത്തം അഴിമതിയായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വലിയ റോൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം.